കൊച്ചളിയാ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹണിയുടെ സ്പെഷ്യലായ നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പോവാ. അപ്പൊ നൂഡിൽസും കഴിക്കാൻ പറ്റില്ല. ന്യൂഡിൽ വെള്ളത്തിലിടാൻ മറക്കരുത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഹണിയുടെ കയ്യിലേക്ക് വിട്ടേക്ക്. ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് കന്നാസാറിന്റെ വീട്ടിൽ പോയി എന്തെങ്കിലും സ്നാക്സ് എടുത്തോണ്ട് വരാം. എന്നാ പിന്നെ ഞാനും കൂടെ വരാം. ഷെഫ് ഹണി, വീടിന്റെ താക്കോല് കയ്യിലെടുത്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ, മനസ്സിലായോ? ഹണി, വേഗം വാതിലിന്റെ ലോക്ക് തുറക്ക്. നൂഡിൽസ് ഇപ്പൊ പായസമായി കാണും. കൊച്ചളിയ, ഈ ലോക്ക് തുറക്കാൻ പറ്റുന്നില്ല. തുറക്കാൻ പറ്റുന്നില്ല. എടാ കഴുതേ, നീ വീടിന്റെ അല്ല സ്കൂട്ടറിന്റെ താക്കോല എടുത്തോണ്ട് വന്നത്. അയ്യോ, നീ എന്താ ഈ കാണിക്കുന്നത്? കുക്കറിനെ വിസിലടിക്കാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? നിങ്ങൾ എന്നെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് കുക്കറിനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോ കുക്കറിന്റെ ഭാഗം പിടിച്ച് സംസാരിക്കുന്നത്. അവൻ വീടിന്റെ താക്കോൽ എടുക്കേണ്ടതിന് പകരം സ്കൂട്ടറിന്റെ താക്കോൽ എടുത്തിട്ട് വന്നു. നിങ്ങൾ എവിടെ കറങ്ങാൻ പോയതാ? കുക്കർ ഇപ്പോഴേ 2 വിസിൽ അടിച്ചു കഴിഞ്ഞു. കീ ഷോപ്പുകാരനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അയാളെ കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും ഈ മര കഴുത. നിങ്ങൾ രണ്ടുപേരും ആദ്യം വഴക്കടിക്കുന്നൊന്ന് നിർത്ത്. പൂട്ട് തുറക്കുന്ന ചേട്ടാ, ഇത് വേഗം ഒന്ന് തുറക്കാനായിട്ട് നോക്ക്. അകത്ത് നൂഡിൽസ് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. 10 വിസിലടിക്കും മുമ്പേ കുക്കർ ഓഫ് ചെയ്തില്ലെങ്കിൽ പിന്നീട് വലിയ പ്രശ്നമായി തീരും. എന്ത്? കുക്കറോ നൂഡിൽസോ അതോ വീടോ? ഞാനാണ് ഹിപ്പോ കോമാരൻ. ഏത് പൂട്ടും ഞാൻ തുറക്കും, പക്ഷേ വേഗത്തിലല്ല, സ്ലോലി സ്ലോലി. തുറക്കുന്ന കാര്യത്തിൽ ഞാൻ വലിയ എക്സ്പെർട്ടാണെന്ന് അറിയില്ലേ? നിങ്ങളുടെ വാതിലിന്റെ ഈ പൂട്ട് 3 വർഷം കൊണ്ട് ഞാൻ തുറന്നു തരാം. പക്ഷെ ഞങ്ങൾക്ക് ഈ പൂട്ട് ഇന്ന് തന്നെ തുറന്നു കിട്ടണം. 3 വർഷം കഴിഞ്ഞ് തുറന്നിട്ട് എന്ത് ചെയ്യാനാ? അത് ശരി, അപ്പൊ പിന്നെന്തിനാ ഇത്രയും ലേറ്റ് ആയത്? 3 വർഷം മുമ്പേ എന്നെ വന്ന് കാണാമായിരുന്നില്ലേ? എടോ, അത് നീ ലോക്ക് ഇന്നല്ലേ വെച്ചത്. ഇതിൽ എന്റെ തെറ്റെന്താ ഉള്ളത്? വാതിൽ ലോക്കായത് നിങ്ങൾ കാരണമാണ്, എന്നിട്ട് എന്നെ വഴക്ക് പറയുന്നോ? പൂട്ടു തുറക്കാൻ വേണ്ടി 12 വർഷത്തെ കോഴ്സാ ഞാൻ പഠിച്ചത്. അതിൽ 11 വർഷവും ഞാൻ ക്ലാസ് കട്ട് ചെയ്യുകയായിരുന്നു, അറിയാമോ? 1 വർഷം കൊണ്ട് എനിക്ക് എത്രത്തോളം പഠിക്കാൻ കഴിയുമോ അതിലൂടെ 3 വർഷം കൊണ്ട് ശരിക്കും ഞാൻ ഒരു പൂട്ട് പൊളിക്കാനാണ് പഠിച്ചത്, അറിയോ? ഇന്ന് എന്റെ അമ്മച്ചിയാണ് സത്യം. ഇനി ആ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് ഞാൻ ഹണിയെ കുക്കറിനകത്തിട്ട് അവനെ കൊണ്ട് തന്നെ വിസിലടിപ്പിക്കും. നോക്കിക്കോ. 3 വിസിൽ അടിച്ചു കഴിഞ്ഞു. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വാതിൽ തുറക്കണം. ചേട്ടാ, ചേട്ടൻ ഈ വാതിൽ തുറക്കാൻ പറ്റുമല്ലോ അല്ലേ? ഞാൻ എല്ലാം തുറക്കും. എന്റെ പേരെന്താണ്? ബണ്ണി. കണ്ടില്ലേ, വാ തുറന്നു. ഞാൻ പറഞ്ഞില്ലേ എല്ലാം തുറക്കൂന്ന്. ഇവിടെ വരൂ, ഇവിടെ വരൂ. കണ്ടില്ലേ, ചെവി തുറന്നു. മറ്റുള്ളവരുടെ വീടിന്റെ വാതിൽ തുറക്കാൻ ഞാൻ കള്ളനല്ല. നിങ്ങളൊരു മാന്യന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. വാതിൽ തുറക്കാനാണെങ്കിൽ ഏതെങ്കിലും കള്ളന്റെ അടുത്ത് പോകൂ, അയാൾ തുറക്കണം. അപ്പൊ പിന്നെ ഞങ്ങളോട് എന്തിനാ നിങ്ങൾ നേരത്തെ എന്തും തുറക്കുമെന്ന് പറഞ്ഞത്? അത് കള്ളമായിരുന്നോ? തുറക്കാറുണ്ടല്ലോ എന്റെ വീടിന്റെ വാതിൽ മാത്രം. അതിന്റെ താക്കോൽ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ഒരു കാര്യം ചെയ്യ്, ഈ വീട് എനിക്ക് ഗിഫ്റ്റ് ആയിത്താ, എങ്കിൽ ഞാൻ ഇതിന്റെയും പൂട്ട് തുറക്കാം. എപ്പോഴെങ്കിലും ചായ കുടിക്കാൻ വന്നോളൂ, സ്വന്തം വീടായി കണ്ടാ മതി. അതായത് താൻ അപ്പൊ മറ്റുള്ളവരുടെ വീടിന്റെ പൂട്ട് തുറക്കാറില്ല അല്ലേ? ഇല്ല. അത് ശരി, ഇപ്പോഴല്ലേ മനസ്സിലായത്. കണ്ടില്ലേ, നിങ്ങളുടെ കണ്ണ് ഞാൻ തുറപ്പിച്ചു. ഇവിടുത്തെ നമ്പർ 1 മാന്യനാണ് ഞാൻ. ഇതായിപ്പോ 4ാമത്തെ വിസിലും അടിച്ചു കഴിഞ്ഞു. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യും ബണ്ണി.
അഞ്ചാമത്തെ വിസിലും കേട്ട് കഴിഞ്ഞ് കൂട്ടുകാരെ ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ബിൽഡിംഗ് മൊത്തം തവിട് പൊടിയായി. പക്ഷെ ഗ്ലാസിന് മാത്രം ഒന്നും പറ്റിയില്ല. പക്ഷെ എന്തായാലും നന്നായി. കുക്കറിൽ നാകെ ഇപ്പോ 5 വിസിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. 6 ആയി. ആ ലോകത്തിന്റെ താക്കോൽ നമുക്ക് ഈ മാഗ്നറ്റ് വെച്ച് വലിക്കാം. എന്നിട്ട് നമുക്കത് വാതിലിന്റെ താഴെ കൂടി എടുക്കാം. എന്റെ പിള്ളേരെ, പശുവിന്റെ ആരോഗ്യത്തിന് നമ്മൾ കൊടുക്കും നല്ല ഒന്നാന്തരം പുല്ല്. ഒന്നുപോലെ വിടാതെ നിങ്ങൾ എന്റെ വീട്ടിലെ എല്ലാ ഗ്ലാസും പൊട്ടിച്ചില്ലേ? കൈയടിച്ച് കളയല്ലേ? സോറി കന്നാ സാറേ, ഞങ്ങളുടെ വീട്ടുവാതിലിന്റെ പൂട്ട് തുറക്കാൻ പറ്റുന്നില്ല. കുക്കറിന്റെ വിസിലാണെങ്കിൽ അടിച്ചോണ്ടേ ഇരിക്കുക. ദാ ഇപ്പൊ 8ാമത്തെയും 9ാമത്തെയും വിസിൽ അടിച്ചു കഴിഞ്ഞു. ഇനി ഒരു വിസിൽ കൂടെ അടിച്ചു കഴിഞ്ഞാ കുക്കറിനോടൊപ്പം തന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എടാ, നമ്മൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അല്ല ചേട്ടന്മാരെ, നിങ്ങളെന്താ പുറത്തിരിക്കുന്നത്? നിങ്ങളുടെ സ്വന്തം വീടല്ലേ, നിങ്ങൾക്ക് അകത്തിരുന്നൂടെ? എടാ ഗൂസേ, നീ എന്താ ഇത്രയും പെട്ടെന്ന് വന്നത്? അല്ല, നീ കൃത്യസമയത്ത് തന്നെ എത്തിയത്. നമ്മൾ വീടിനകത്ത് കയറാൻ ഒരുപാട് ശ്രമിച്ചതല്ലേ. ഇടത്തൊന്നും വലത്തൊന്നും മുകളിലും ഒക്കെ നോക്കി. ഇനി വീടിനകത്തേക്ക് പോകാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, താഴെ കൂടെ. നമുക്ക് വീടിനകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും മറ്റൊരാളെ കയറ്റി വിടാമല്ലോ. ഈസി ആയിട്ട് അകത്ത് കയറ്റാം. ഈ ഐഡിയ ഒക്കെ നല്ലതാണ്. പക്ഷേ ആദ്യം ആര് പോകുമെന്ന് പറ. നീ തന്നെ. എല്ലാവരും എന്നെ ജോലിക്ക് വേണ്ടി അണ്ടർഗ്രൗണ്ടിലേക്കാണല്ലോ പറഞ്ഞു വിടുന്നത്. ഇന്നലെ അബദ്ധത്തിൽ ഒരു പൈപ്പ് ലൈനിൽ കയറി. പിന്നെ കന്ന സാറിന്റെ ബോറിംഗ് പൈപ്പിലൂടെയാ പുറത്തേക്ക് വന്നത്. അത് കന്ന സാറിനെ പോലെ ബോറിംഗ് ആയിരുന്നു. ഹണിയെ പോലെ മണ്ടനാവുന്നതിന് നല്ലത് മണ്ണിലൂടെ ഇങ്ങനെ കുഴിച്ചു പിടിച്ച് പോകുന്നതാ. എന്താ ഇത്? നിങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു ജോലി പോലും നിങ്ങൾക്ക് നേരാവണ്ണം ചെയ്യാൻ പറ്റുന്നില്ല. മാഡം, ഞങ്ങളിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. ഉടൻ തന്നെ നന്നായിട്ട് വൃത്തിയാക്കിയേക്കാം. ഞാൻ നിന്നോടല്ല പറഞ്ഞത്, നീ പോയി ഗാർഡൻ വൃത്തിയാക്കാൻ നോക്ക്. അയ്യോ, പക്ഷെ മാഡം, ഈ ഓഫീസിൽ എവിടെയാ ഗാർഡൻ ഇരിക്കുന്നേ? ആ, അതിന് തന്നോട് ആരാ പറഞ്ഞത് ഗാർഡൻ വൃത്തിയാക്കാൻ? തന്നോട് ഞാൻ ഫയൽ റെഡിയാക്കാനല്ലേ പറഞ്ഞത്? അതിന് മേഡം എപ്പോഴും അടുത്ത് ഫയലിന്റെ കാര്യം പറഞ്ഞേ. നീ മിണ്ടാതെ പോയി വെള്ളം ഒഴിക്കാൻ നോക്ക്. വെള്ളം ഒഴിച്ചു, പക്ഷേ മാഡം എന്നെ ഏൽപ്പിച്ച ഫയൽ നനഞ്ഞു പോയി. മാഡം, എന്റെയും കഴുത. യെസ് മേഡം. തന്നോട് ആരോടോ വെള്ളം ഒഴിക്കാൻ പറഞ്ഞത്? അതിപ്പോ മേഡം തന്നെയല്ലേ പറഞ്ഞത്. ഓ, തൽക്കാലം ഒരു 2 മിനിറ്റത്തേക്ക് നീ ഒന്ന് മിണ്ടാതിരിക്ക. കുഴപ്പമില്ല മാഡം, ഞാൻ കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരുന്നോളാം. എടോ, തനിക്ക് മിണ്ടാതിരിക്കാൻ വേണ്ടിട്ടാണോ ശമ്പളം തരുന്നത്, അതോ ജോലി ചെയ്യാൻ വേണ്ടിട്ടാണോ? രണ്ടിനും വേണ്ടിയല്ല കിട്ടുന്നത്. സംശയമുണ്ടോ? പോപ്പട്ടെ, ഒന്നും മിണ്ടാതിരിക്കെ. മാഡം നമ്മളോടല്ല, ഫോണിൽ ആരോട് സംസാരിക്കുകയാണ്. വല്യളിയാ, ഞാൻ ദാ ഈ കൊമ്പിൽ പിടിക്കാൻ പോവാ. വെല്ലുവിളിയും കൊമ്പിൽ പിടിച്ചിട്ട് വിടണം. ഞാൻ പറന്ന് നേരെ ടെറസിലേക്ക് പൊക്കോളാം. ഓക്കെ, അതെന്തായാലും ഒരു നല്ല ഏരിയ കൊച്ചലിയാ. പോപ്പട്ടെ, എന്നാ പണി തുടങ്ങാം. ആ,
ഇത്രയും ഓവറായിട്ട് വലിക്കാൻ നിന്നോട് ആരടാ പറഞ്ഞത്? ഐ എം വെരി സോറി കൊച്ചലിയ. നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അതിനൊരാവശ്യമില്ല. കന്നാസാറിന്റെ വീട്ടിൽ പോയി കോണി എടുത്തുകൊണ്ടു അതിൽ കൂടെ കയറാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാരണല്ലേ മുറിവുണ്ടായത്. അതുകൊണ്ട് ഈ ഞാൻ തന്നെ കോണി എടുത്തോണ്ട് വരാം. വീടിന്റെ മുകളിലുള്ള ഓടിലുണ്ട് ഒരു ചരിവ്. നീ നടക്കുന്നതിനേക്കാൾ കൂടുതൽ വീടുന്നാണല്ലോ പതിവ്. അടികൈ. അത് കുഴപ്പമൊന്നുമില്ല ഖന്ന സാറേ. ഇനിയിപ്പോ എന്തായാലും ഞാൻ പിന്നെ കൈയടിച്ചോളാം. എനിക്കിപ്പോ അർജന്റ് ആയിട്ട് ദാ ഈ കോണി ഒന്ന് വേണം. മലയാള സിനിമയുടെ പെരുന്തച്ഛൻ പറയൂ. നിനക്കെന്താ കണ്ടുകൂടെ ഞാനിവിടെ ബൾബ് മാറ്റുന്നത്? ഓക്കെ, ഖന്ന സാറ് ബൾബ് ഫിറ്റ് ചെയ്തോ. ഈ കോണി ഞാൻ എടുത്തിട്ട് വെക്കോളാം. അയ്യോ വേണ്ട വേണ്ട, അയ്യോ വേണ്ട. ചൈനയിലുള്ള എന്റെ ഒരു പഴയ ഫ്രണ്ടാണ് ചോയ് സോയി. ഹണി, നീ ചെയ്തത് വല്ലാത്തൊരു ചെയ്ത്തായി പോയി. ഒന്ന് മാറാ. എനിക്ക് മാറാൻ പറ്റുന്നില്ല. ദാ ഈ കോണി എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. അതൊരു പുതിയ അറിവാണല്ലോ. എടാ, ഈ കോണി നിന്നെ അല്ല, ഈ കോണിയെ നീയാ പിടിച്ചു വെച്ചിരിക്കുന്നത്. ആ, എടാ ഇവന്റെ കൈ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. മാറ്, ഞാൻ ഇവന്റെ മുകളിൽ കൂടി കയറി പൊക്കോളാം. ഒന്ന് നിക്ക് ഹണി. ബഡി, നിന്റെ അളിയൻ സൈലൻസർ ശരിയാക്കുന്നതിന് പകരം നമ്മുടെ എല്ലാം തടി കേടാക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ല, നമ്മുടെ ബോൾ ഇതാ ഇവിടെ കിടപ്പുണ്ട്. എടാ കഴുതേ, ആ ബോൾ പിന്നെ എടുത്താ മതി. ഇപ്പൊ അനങ്ങാതെ അവിടെ നിക്ക്. സോറി, വെയിറ്റ് അല്പം കൂടുതലായിരുന്നു. സംശയമുണ്ടോ? എന്റെ കൂട്ടുകാരെ, നിങ്ങൾ 1 മണിക്കൂർ ഇവിടെ തന്നെ തീർക്കുമെന്നാ തോന്നുന്നേ. എടാ പോപ്പട്ടെ, നീ വേഗം അകത്തേക്ക് പോ. ഇതിലൂടെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. ബാത്റൂമിന്റെ വാതിലും അവിടുന്ന് പൂട്ടിയിരിക്കുക. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ പ്രോബ്ലം ആണ്. വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെങ്കിൽ അത് പ്രോബ്ലം, പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെങ്കിലോ അതും പ്രോബ്ലം. പച്ചക്കറി കടക്കാരന് പച്ചക്കറി വെള്ളം തെളിച്ച് ഫ്രഷ് ആക്കി വെക്കാവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാത്രങ്ങൾ വെള്ളം തെളിച്ച് ഫ്രഷ് ആക്കി വെച്ചുകൂടാ? നീ എന്തുമാത്രം ഇന്റലിജന്റ് ആണ് എന്റെ ഹണി. ഹലോ ഹണി. വെല്ലുവിളിയാ, ഞാൻ പുറത്ത് സോഫയിൽ ഇരിക്കുകയാണ്. ബാത്റൂമിൽ പോയി കുളിക്കാൻ എനിക്ക് തോന്നുന്നില്ല. നീ എന്റെ ദേഹത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു തരാമോ? നീ പറയുന്നത് ശരിയാണോ കൊച്ചളിയ? അതിനുശേഷം നിന്നെ തല്ലൊന്നുമില്ലല്ലോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഞാൻ ഒരു കാരണവശാലും തല്ലില്ല. എന്നാ നിക്ക്, ഞാൻ ദാ ഇപ്പൊ തന്നെ വരാം. എന്നിട്ട് നിന്റെ തലയിലേക്ക് 1 ബക്കറ്റ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു തരാം. അയ്യോ, നീ ഒരു 1-ാം നമ്പർ കഴുതയാണ് ഹണി. ഈ വീട്ടിൽ ആരും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ജോലി ചെയ്തില്ലെങ്കിൽ അതിന് വഴക്ക് പറയും, എന്നാ ജോലി ചെയ്താലോ അതിനും വഴക്കേക്കേണ്ട അവസ്ഥയാ. എന്നെ കണ്ടിട്ട് പന്നിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്തിനാ ദേഹത്ത് വെള്ളം ഒഴിച്ചേ? നീ തന്നെയല്ലേ എന്നോട് നേരത്തെ പറഞ്ഞത് നിന്റെ തലയിലേക്ക് വെള്ളം കോരി ഒഴിക്കണമെന്ന്? അത് ഞാൻ എപ്പോഴാ പറഞ്ഞേ? ഫോണിലാ പറഞ്ഞേ. അത് ശരി, എന്നോടും പ്രാങ്കോ? ഞാൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു.
നീ പിന്നെ ദേഹത്ത് വെള്ളം കോരി ഒഴിച്ച് എന്റെ ദേഷ്യം ആളി കത്തിച്ചിരിക്കുക. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നീ എവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കുക? ഇന്ന് നിന്റെ കാര്യം പോക്കാ. ഇന്ന് ഞാൻ എന്റെ വാല് കൊണ്ട് നിന്നെ അടിച്ചു ഓടിക്കും, നോക്കിക്കോ. കൊള്ളാം സോർദാറെ, നീ ഹണിയെ അടിക്കാൻ വേണ്ടി എന്നെ സഹായിക്കാൻ വന്നതാണോ? കൊള്ളാം. ഞാനാ പറഞ്ഞത് പോപ്പറ്റിനോടാണ്. എന്റെ വാലില് അവനൊരു ഡ്യൂപ്ലിക്കേറ്റ് പാമ്പിനെ ചുറ്റി വെച്ചു. എടാ അതിന് നീയല്ലേ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞത് ജോഗിങ് ചെയ്യാനായിട്ട് മനസ്സ് വരുന്നില്ല, അതുകൊണ്ട് നിന്റെ വാലിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാമ്പിനെ ചുറ്റാൻ. അപ്പൊ പേടിച്ചോടുവെന്ന് നീ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ നിന്റെ വാലിൽ ചുറ്റി വെച്ചത്. എന്റെ ദൈവമേ, ഞാൻ ആരെയും വിളിച്ചില്ല. അതിന് നിന്റെ പേര് ആരാടാ ഇവിടെ പറഞ്ഞത്? എന്നെ വിളിച്ചതേ സോർദാറാ. ഈഷ്, അങ്ങനെ പിടിക്കപ്പെട്ടു. ഇനി നിനക്ക് അടിയോട് അടിയായിരിക്കും. പുറകോട്ട് നോക്ക്. എനിക്കല്ല ഇപ്പൊ അടി, നിങ്ങൾക്കാണ്. നോക്കൂ, അതായത് നിങ്ങളുടെ ഫോണാണ് ഇപ്പൊ അടിച്ചോണ്ടിരിക്കുന്നത്. എടോ, അത് പിന്നെ ഇൻസ്പെക്ടർ പാണ്ട, ഞാൻ ബണിയാണ് സംസാരിക്കുന്നത്. ഈഷ്, ഇത് നിനക്ക് എന്താണ് പറ്റിയത്? നിന്റെ തലക്കിട്ടാരോ അടിച്ചതുപോലെയാണ് നിന്റെ ശബ്ദം എനിക്ക് കേൾക്കുന്നത്. അയ്യോ അതൊക്കെ വിട്ടേരെ, ഒരു എമർജൻസി ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് പാവയ്ക്ക ഗ്യാങ് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈഷ്, അപകടകാരിയായ അത് നിന്റെ വീട്ടിലേക്ക് കേറിയെന്നോ? സാർ എത്രയും പെട്ടെന്ന് പോലീസുകാരൻ കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, അല്ലെങ്കിൽ ഇവർ കത്തികൊണ്ട് കത്തിക്കൊണ്ട് കത്തികൊണ്ട് കത്തിക്കൊണ്ട് എന്താണ് പറയൂ ബണ്ണി? കത്തികൊണ്ട് പാവയ്ക്ക അരിഞ്ഞ് ഞങ്ങളെ ബലമായി അവർ തീറ്റിക്കും. ഈഷ്, അവന്മാർ എന്തായാലും ഭയങ്കര അപകടകാരിയായ ഗ്യാങ് തന്നെയാണ്. നീ ഒന്ന് പേടിക്കണ്ട, ഞാൻ മുഴുവൻ ഫോഴ്സുമായിട്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേക്കാം. എനിക്ക് മനസ്സിലാവാത്തത് ഈ പാണ്ട എന്തിനാണ് ഇത്രയും വലിയ ഈഷ് പറയുന്നെന്നാണ്. ഹലോ ഹലോ ഹണി, എനിക്കിവിടെ ഒരു ജോലിയുണ്ട്. എനിക്ക് പകരം നീ സ്റ്റേഷനിലേക്ക് ചെന്ന് അവിടെയുള്ള കുറ്റവാളികളെല്ലാം വിടുവിക്കണം. അവരുടെ ശിക്ഷയുടെ കാലാവധി തീർന്നു. ഇനി അകത്ത് വെച്ചിരുന്നാൽ ഇനി ഞാൻ തന്നെ അവർക്ക് കാശ് കൊടുക്കേണ്ടി വരും. ഇൻസ്പെക്ടർ പാണ്ഡെ സഹായിക്കുന്നതിൽ ഈ ഹണിക്ക് ജലദോഷം മാത്രമേ ഉള്ളൂ. ഓ, നീ വിചാരിച്ചത് സന്തോഷമാണോ? ആ അത് തന്നെ, എനിക്കത് സന്തോഷമുള്ള കാര്യ. ഞാൻ ദാ ഇപ്പൊ തന്നെ പോകാം. അയ്യോ ഇതെന്താ ഇൻസ്പെക്ടർ പാണ്ട, എന്താ ഈ ചെയ്യുന്നേ? നിങ്ങൾ 4 പേർക്കും സെക്യൂരിറ്റിയാണ്. ഇതാണ് പോലീസ്. മാഡം നമ്മളോട് ദേഷ്യപ്പെടുകയായിരുന്നില്ലേ, അതുകൊണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി ഇവരിവിടെ വന്നിരിക്കുകയാണ്. അത് നന്നായി. ഈഷ്, പാവയ്ക്ക ഗ്യാങ് പുറത്തിറങ്ങൂ. അതിന് ഞങ്ങളുടെ വീട്ടിൽ ഒരു പാവയ്ക്ക പോലും ഇല്ലല്ലോ, പിന്നെ എവിടുന്നാ ഈ പാവയ്ക്ക ഗ്യാങ് ആയിട്ട് വന്നത്? ഈഷ്, ഇത്രയും അപകടകരമായ സാഹചര്യത്തിൽ നീ തമാശ പറയുകയാണോ? അയ്യോ അല്ലല്ല, ഞങ്ങളിതാ ഇവിടെ അന്താക്ഷരി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇവിടെ അപകടാവസ്ഥ? ആ, ചിലപ്പോ എനിക്ക് പഴയ പാട്ട് ഓർമ്മ വന്നില്ലല്ലോ. ആ അപകടത്തെ കുറിച്ചായിരിക്കും പാണ്ഡ സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ശരിയല്ലേ? ഈഷ്, മണി, അപകടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്? ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിനെ ഫേക്ക് കോൾ ചെയ്തതിനു വേണ്ടി ഇവനെ ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ്. വേഗം പിടിക്കവനെ. അയ്യോ വേണ്ട, ഞാനല്ല സാറിനെ വിളിച്ചേ. സാറ് വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഓടിക്കോ, വേഗം രക്ഷപ്പെട്ടോ. ഞാൻ ജയിലിലെ സെല്ലുകളൊക്കെ തുറന്ന് അവിടെയുള്ള കുറ്റവാളികളെല്ലാം മോചിപ്പിച്ചിട്ടുണ്ട് ഇൻസ്പെക്ടർ പാണ്ഡ. ഈ ഒരു നല്ല കാര്യത്തിന്റെ പേരിൽ താങ്കൾക്ക് എന്നെ മുതുകിൽ തട്ടി അഭിനന്ദിക്കാവുന്നതാണ്. ഞാൻ എത്ര വലിയ കാര്യമാണോ ചെയ്തത്, അത്രയും വലിയ അഭിനന്ദനം എനിക്ക് കിട്ടിയത്. വാ. ആ കുറ്റവാളികളെ ജയിലിൽ നിന്ന് തുറന്നു വിടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക്? കുറ്റവാളികളുടെ ശിക്ഷാകാലാവധി കഴിഞ്ഞെന്ന് ഇൻസ്പെക്ടർ പാണ്ഡ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞത്. എന്നിട്ട് അവരെല്ലാം തുറന്നു വിടണമെന്നും പറഞ്ഞു. പക്ഷെ ഇൻസ്പെക്ടർ പാണ്ഡ നമ്മുടെ കൂടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. ഇത് വല്ലാത്തൊരു കൺഫ്യൂഷൻ ആണല്ലോ. കൂട്ടുകാരെ, ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതാരും നമ്മളെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാ. പക്ഷെ നമ്മൾ ആദ്യം എല്ലാ കുറ്റവാളികളെയും പിടിക്കേണ്ടി വരും. എടാ, എന്നെ ഇങ്ങനെ പരത്തിയെടുക്കാനേ ഞാൻ ചപ്പാത്തിയുടെ മാവൊന്നും അല്ല. പക്ഷെ നമ്മൾ ആദ്യം എല്ലാ കുറ്റവാളികളെയും പിടിക്കേണ്ടി വരും. ആ സോർദാറിന്റെ ശബ്ദമാണെങ്കിൽ എനിക്ക് ജലദോഷം വന്നിട്ട് പോലെ എന്റെ തൊണ്ടയിലൊന്നും പോയില്ല. ഈശ്വരൻ പറഞ്ഞ് എന്റെ നാവിലെ വെള്ളമെല്ലാം വറ്റി വരണ്ടോ?
അപ്പൊ ഇത് സണ്ണിയുടെ പണിയാണ്. നമ്മളെല്ലാവരും പ്രശ്നത്തിലാവാൻ വേണ്ടി സണ്ണി ചെയ്യുന്ന ചതിയാണിത്. ഈ സണ്ണിയെ ഇന്ന് ഞാൻ വെറുതെ വിടില്ല. എന്റെ കയ്യിൽ തല്ലുകൊണ്ട് ഇവൻ ചാവും ഇന്ന്. അവന്റെ കാര്യം എന്തായാലും നമുക്ക് പിന്നെ നോക്കാം. ആദ്യം നമുക്ക് പോയി ആ ക്രിമിനൽസിനെ എല്ലാം പിടിക്കണം. എന്റെ കയ്യിൽ ഒരു നല്ല ഐഡിയ ഉണ്ട്. ആ എടാ എന്താടാ നിങ്ങളെന്താ എന്റെ പുറത്ത് ചവിട്ടാണോ നടത്താണോ?